ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ മേരി ജോർജ് കൂടെ നമ്മോടൊപ്പം ചേർന്നുണ്ട്. ശ്രീമതി മേരി ജോർജ്, ഈ സ്വർണത്തിന്റെ വില വലിയൊരു കുതിപ്പാണ് നടത്തിക്കൊണ്ടിരുന്നത്. 1,31,000 രൂപ വരെ സ്വർണത്തിന്റെ വില എത്തിയിരുന്നു. അവിടെ നിന്നുമാണ് ഇപ്പോൾ 1,02,000 രൂപയിലേക്ക് എത്തിയിട്ടുള്ളത്. സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ്. ഇനിയും കുറച്ചുകൂടെ കാത്തിരുന്നാൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ സ്വർണത്തിന്റെ വില 90,000 രൂപയിലേക്കൊക്കെ എത്തിയേക്കാം, ഈ രീതിയിൽ താഴേക്ക് പോവുകയാണെങ്കിൽ. തള്ളിക്കളയാനാവില്ല. കാരണം എന്താണെന്ന് വെച്ചാല്, സാധാരണ രീതിയിൽ എവിടെയെങ്കിലും ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് റഷ്യ യുക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോഴൊക്കെ സ്വർണത്തിന്റെ വില വളരെ പെട്ടെന്നാണ് കുതിച്ചുയർന്നുകൊണ്ടിരുന്നത്. അതായത് 20,000-ന് അകത്ത് 19,000-ലൊക്കെ നിന്ന് സ്വർണത്തിന്റെ വിലയാണ് 48,000, 50,000 അതിന്റെ മുകളിലേക്കൊക്കെ പോയത് യുക്രൈൻ റഷ്യ വാറിന്റെ സമയത്ത്. പക്ഷെ അപ്പോഴൊന്നും US ഡോളർ ഇത്രയും സ്ട്രോങ് ആയിരുന്നില്ല. ഇപ്പോ US ഡോളർ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് സ്വർണത്തിന്റെ വില താഴേക്ക് പോകാനുള്ള കാരണം. ഞാൻ സാധാരണ പറയാറുള്ളതാണ്, 3 മേഖലകളിലാണ് സാധാരണ രീതിയിൽ അധിക പണം, അതായത് അധിക ധനമുള്ളവർ അത് സൂക്ഷിക്കുക. 1 സ്വർണം, 2 അമേരിക്കൻ ഡോളർ, 3 ഓഹരി വിപണി. ഈ 3-ലാണ് സാധാരണ രീതിയിൽ നിക്ഷേപിക്കാറുള്ളത്. അപ്പൊ യുദ്ധമൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ ഓഹരി വിപണി തീർച്ചയായിട്ടും കരടിയുടെ പിടിയിലാകും, താഴേക്ക് പോകും മൂല്യം. അതേ സമയത്ത് ഡോളർ കയറിയും ഇറങ്ങിയും ഇരിക്കും. അപ്പൊ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് സ്വർണത്തിൽ നടത്തിയാൽ. അതുകൊണ്ട് സാധാരണ ധനകാര്യ സ്ഥാപനങ്ങളും കോർപ്പറേറ്റുകളും ഒക്കെ അവരുടെ അധിക നിധി സ്വർണത്തിൽ തന്നെ നിക്ഷേപിക്കും. കാരണം അവർക്കറിയാം വില മുകളിലേക്ക് പോകൂ സ്വർണത്തിന്റെ വില എന്നറിയാം, അങ്ങനെ നിശ്ചയിക്കും. പക്ഷെ ഇത്തവണ യുദ്ധത്തിൽ കാരണഭൂതൻ അമേരിക്കയാണ്. അമേരിക്ക ഇസ്രായേലിന് വേണ്ടിയാകാം യുദ്ധം ചെയ്യുന്നത്, എതിർകക്ഷി ഇറാൻ ആകാം. എന്തായാലും തലപ്പത്ത് അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് അമേരിക്കയാണ്. അപ്പൊ അമേരിക്കയുടെ പ്രത്യേകത എന്താണ്? അമേരിക്കയാണ് ലോകത്തെ ലാർജസ്റ്റ് GDP. അതായത് 32 ട്രില്യൺ ഡോളേഴ്സ് ആണ് അവരുടെ GDP, ലോകത്തെ 1ാമത്തെ GDP. 2ാമത്തെ GDP ആയ ചൈനയ്ക്ക് 18 ട്രില്യൺ ഡോളറേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ, അതുമല്ല ചൈനയുടെ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ 140 കോടിയിലധികമാണ്. പക്ഷെ അമേരിക്കയുടെ പോപ്പുലേഷൻ വെറും 33.3 കോടിയാണ്, 33.5 കോടിയിൽ താഴെയാണ്. അപ്പൊ അത്രയും ചെറിയ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്ത് 32 ട്രില്യൺ ഡോളർ GDP എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പെർ ക്യാപിറ്റ ഇൻകവും ഒക്കെ വളരെ ഹൈ ആണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റില് സ്വതവേ തന്നെ അമേരിക്കൻ ഡോളറിന്, അതായത് ഈ നമുക്കറിയാം 1960-കൾ തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ അമേരിക്കൻ ഡോളറാണ് എല്ലാ കറൻസികളെക്കാളും മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തില് ഈ കയറ്റിറക്കങ്ങൾ അമേരിക്കൻ ഡോളറിലും വില കൂടുക കുറയുക ഇതുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഡൊണാൾഡ് ട്രംപ് ഭരണത്തിലേക്ക് വരാൻ സമയത്ത് വോട്ട് ചോദിച്ചപ്പോൾ ഞാന് അമേരിക്കൻ ഡോളറിനെ ഏറ്റവും ശക്തമായ കറൻസി ആക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആക്കുന്ന ആ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇയാള് അമേരിക്കൻ ഡോളറിനെ ശക്തമാക്കാൻ ഈ ലോകത്തുള്ള, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഒട്ടുമിക്ക രാജ്യങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യും. നമ്മളാണെങ്കിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും 80% മുതൽ 90% വരെ ഇറക്കുമതി ചെയ്യുകയാണ്. അതുപോലെ പാചകവാതകത്തിന്റെ 55% വരെ ഇറക്കുമതി ചെയ്യുകയാണ്. ഒട്ടുമിക്ക രാജ്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ അമേരിക്ക എന്താ ആഗ്രഹിക്കുന്നത്? ഈ പറയപ്പെട്ട പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും ഈ പാചകവാതകത്തിന്റെയും വാങ്ങൽ വിൽപ്പനകൾ മുഴുവനും അമേരിക്കൻ ഡോളറിൽ നടക്കണം. അതിനു വേണ്ടിയുള്ള പ്രഷറാണ് ഇറാന്റെ മേലും മറ്റ് അറബ് കൺട്രീസിന്റെ മേലും. എവിടെയൊക്കെ വെനസ്വേല, നമുക്കറിയാം, വെനസ്വേലയുടെ എണ്ണയിൽ കണ്ണുവെച്ചാണ് അമേരിക്ക വെനസ്വേലയെ കൂടെ കൊണ്ടുവന്നത്. അതായത് അമേരിക്കൻ വെനസ്വേലൻ പ്രസിഡന്റിലേക്ക് ഒരു ദിവസം കയ്യാമം വെച്ച് കൊണ്ടുവന്നു. അപ്പൊ അതുപോലെ എന്താണ് ആഗ്രഹിക്കുന്നത്? ലോകത്തുള്ള ഈ പറയപ്പെട്ട പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലോകത്ത് ഏറ്റവും അധികം വിൽക്കുകയും വാങ്ങപ്പെടുകയും ചെയ്യുന്ന ഉൽപ്പന്നമാണ്. അതില്ലാതെ, ഇന്ധനമില്ലാതെ ലോകത്തിന് ഒരു ദിവസം പോലും മുൻപോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ആ ഇന്ധനത്തിന്റെ കടിഞ്ഞാൺ അത് ഞങ്ങളുടെ ഡോളർ കറൻസിയിലൂടെ വേണം. അങ്ങനെയല്ലായിരുന്നു ഇറാൻ ചെയ്തിരുന്നത്, അങ്ങനെയല്ലായിരുന്നു റഷ്യ ചെയ്തിരുന്നത്. അപ്പോഴാണ് അവർക്ക് നേരെ പ്രഖ്യാപനവുമായിട്ട് ട്രംപ് വരുന്നത്.
അപ്പൊ അങ്ങനെ ഇറാനെ ആക്രമിച്ചതിന് വേറെയും കാരണങ്ങളുണ്ട്. ഇറാന്റെ ആണവ നിലയം ആണവ ശക്തിയാകുന്നു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. അത് ലോകത്തിന് അപകടവും ആയേക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയാണ്, ചൈന ആണവ ശക്തിയാണ്, റഷ്യ ആണവ ശക്തിയാണ്, പിന്നെ നോർത്ത് കൊറിയ ആണവ ശക്തിയാണ്. ഇവരോടൊന്നും ചെയ്യാത്ത യുദ്ധം എന്തുകൊണ്ടാണ് ഇറാനിലേക്ക് ചെന്നത്? അപ്പൊ പ്രധാനപ്പെട്ട കാരണം അവരുടെ ഇന്ധനം തന്നെ, ആണവത്തെക്കാൾ വളരെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ഇന്ധനം. അത് ഇറാനിയൻ കറൻസിയിലാണ് അവർ വിപണനം ചെയ്തിരുന്നത്. അത് തന്നെ റഷ്യയോട് പകപോക്കാൻ കാരണം ഇന്ത്യയോട് പറഞ്ഞു റഷ്യയിൽ നിന്ന് വാങ്ങരുത്. എന്തുകൊണ്ടാണ്? ഇന്ത്യ റഷ്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ 40% വരെ വാങ്ങിയിരുന്നു. അത് റഷ്യൻ കറൻസിയിലാണ് വാങ്ങിയിരുന്നത്. അപ്പൊ അമേരിക്കൻ കറൻസിയിൽ വാങ്ങണം ഇന്ത്യ. അതിനാണ് ഇന്ത്യയുടെ മേൽ ഡിക്റ്റേറ്റ് ചെയ്തത്, റഷ്യയിൽ നിന്ന് വാങ്ങരുത്, വാങ്ങിയാൽ ഞങ്ങൾ ചുങ്കം ചുമത്തും, 50% ചുങ്കം എന്നൊക്കെ പറഞ്ഞത്. ഭീഷണിപ്പെടുത്തിയ ആ ഭീഷണിക്ക് നമ്മൾ വഴങ്ങേണ്ടി വന്നതും അങ്ങനെയാണ്. അപ്പൊ എന്താണ് ആത്യന്തികമായിട്ട് അമേരിക്കയുടെ യുദ്ധത്തിന്റെ ലക്ഷ്യം? അമേരിക്കൻ ഡോളർ ഏറ്റവും ശക്തമായ കറൻസിയാക്കി മാറ്റുക. അതെങ്ങനെ പറ്റും? അതിനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് ലോകം എല്ലായിടത്തും ആവശ്യമുള്ള ആ പറയപ്പെട്ട ഇന്ധനം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിപണനം മുഴുവനും അമേരിക്കൻ ഡോളറിലാക്കി മാറ്റുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് കഴിഞ്ഞേ ഉള്ളൂ ഇറാനെ ആണവശക്തി നശിപ്പിക്കുക, ഇസ്രായേലിനെ രക്ഷിക്കുക. ഇത്തരം ദൗത്യങ്ങളൊക്കെ അമേരിക്കയുടെ പക്കൽ രണ്ടാമതേ ഉള്ളൂ. ട്രംപിനെ സംബന്ധിച്ച് ഒന്നാമത്തേത് അമേരിക്കൻ ഡോളർ തന്നെയാണ്. അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പറയപ്പെട്ട, ഇനിയിപ്പോ ക്യൂബയുടെ നേരെ ചെല്ലുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ പുറകിലുള്ള തത്വം ഇത് തന്നെയാണ്. അങ്ങനെ ഈ ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് വരെ അമേരിക്കൻ ഡോളർ കൂടുതൽ ശക്തിയാകാൻ ആർജിക്കാൻ വേണ്ട നടപടികളാകും അയാൾ സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ വില താഴേക്ക് വരും. അപ്പൊ സാധാരണക്കാർ ഒരു പക്ഷേ എങ്കിലും ട്രംപിന്റെ ഈ യുദ്ധം തുടർന്ന് പോകണേ എന്ന് പ്രാർത്ഥിച്ചേക്കാം കേട്ടോ. കാരണം സ്വർണത്തിന്റെ വില താഴേക്ക് വരിക എന്നുള്ളത് സർവ്വസാധാരണക്കാരായ ഉപഭോക്താക്കളുടെ, കോർപ്പറേറ്റുകളുടെയും വലിയ ധനകാര്യ സ്ഥാപനങ്ങളുടെയും അല്ല, നമ്മളെ പോലെയുള്ള സർവ്വസാധാരണക്കാരായ വ്യക്തികൾ ആഗ്രഹിക്കുന്നത് സ്വർണത്തിന്റെ വില താഴേക്ക് വരണം. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 90,000-ലേക്കോ 80,000-ലേക്കോ 70,000-ലേക്കോ 60,000-ൽ നിന്നാണ് ഈ ഓട്ടം തുടങ്ങിയത്. അപ്പൊ ആ 60,000-ലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്നായിരിക്കും സാധാരണക്കാർ ആഗ്രഹിക്കുക. അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ 1,00,000-ന്റെ താഴേക്ക് തന്നെ സ്വർണത്തിന്റെ വില, അതായത് യുദ്ധം ഉടനെ തീരുന്ന ലക്ഷണമില്ല. ഇറാനും അമേരിക്കയും അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആക്രമണവും പ്രത്യാക്രമണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം നീളും എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ മൂല്യം 1,00,000-ന്റെ താഴേക്ക് വരും എന്ന് തന്നെയാണ് അർത്ഥം. ശരി, വളരെയധികം നന്ദി ശ്രീമതി മേരി ജോർജ് ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.